നമ്മുടെ കണ്ണൂർ എന്ന കുടുംബ ഗ്രൂപ്പിൻ്റെ കൂട്ടായ്മയുടെ കുടുംബ സംഗമം, മൂന്നാം കുടുംബ സംഗമം നടക്കുകയാണ് ഇന്ന് പൂനെയിലെ കോസരിയിലെ ക്വാളിറ്റി സർക്കിൾ എക്സലൻസ് എന്ന ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് നമ്മൾ ഇത് കൊണ്ടാടുന്നത്. പരിപൂർണമായും കണ്ണൂരിലെ കുടുംബാംഗങ്ങളാണ് പങ്കെടുക്കുന്നത് എന്നുള്ള ഒരു പ്രത്യേകത കൂടിയുണ്ട്. വർഷത്തിലൊരിക്കൽ ഓണം പോലെ കണ്ണൂരിലെ എല്ലാ അംഗങ്ങൾക്കും ഒത്തുചേരാനൊരു സന്ദർഭവും കൂടിയാണ് ഇത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഏവരും അത്യാഹ്ലാദത്തിലാണ്. ഇത് നമ്മുടെ പ്രിയങ്കരനായ കൃഷ്ണൻ മാഷ് ഒന്നും ഞാനെന്ന് പറഞ്ഞില്ലേ എന്ന ഭാവത്തിൽ നടന്ന് രക്ഷപ്പെടാൻ പോവുകയാണ്. പക്ഷെ എന്നാലും ഞാൻ പിടിച്ചു നിർത്തി. അദ്ദേഹം ഇന്നത്തെ പരിപാടിയുടെ അവതാരകനാണ്, ഞാൻ അവതരിപ്പിക്കുകയാണ്. അപ്പോൾ എല്ലാ മംഗളാശംസകളും ഞങ്ങൾ ഇരുവരും എല്ലാവർക്കും നേരുന്നു. താങ്ക് യു സോ മച്ച്. ഹായ് ഹലോ, എല്ലാവർക്കും സുഖല്ലേ? ഞാൻ നവ്യ. അപ്പം ഇന്ന് നമ്മൾ വെയിറ്റ് ചെയ്ത മാതിരി ഫൈനലി നമ്മളെ ഡേ ആയി, നമ്മൾ പ്രോഗ്രാമായി. നമ്മുടെ കണ്ണൂരിൻ്റെ അടിച്ചുപൊളിയിലെ 3rd ഗെറ്റ് ടുഗെദർ ദിവസമായി 10th August 2025 ബോസറിയിൽ ക്വാളിറ്റി എക്സലൻസ് സെൻറ്ററിൽ നടക്കുന്ന പ്രോഗ്രാമാണ്. അപ്പോൾ ഫൈനലി ആ ദിവസമായി. ഞാൻ തലേ ദിവസത്തെ വീഡിയോ ഇട്ടിട്ടുണ്ട്, എല്ലാവരും കാണാത്തവരെല്ലാവരും പോയി കാണുക. തലേന്ന് നമ്മൾ എന്തെല്ലാം ചെയ്ത് അവിടെ പോയിട്ടെന്ന്. അപ്പോൾ പോയപ്പാട് മമ്മ, രതീഷ് അങ്കളും ആൻറ്റിമാരും എല്ലാവരും കാറിൽ പോയി. പിന്നെ ഞാനും പപ്പയും സ്കൂട്ടിയിൽ വന്നു. അവിടെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ വീട്ടിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടില്ല. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് അവിടെ ഇഡ്ഡലിയും സാമ്പാറും ഉണ്ടായിരുന്നു. അപ്പോൾ 2 ഇഡ്ഡലിയും സാമ്പാറുമാണ് അന്ന് രാവിലെ കഴിച്ചത്. അപ്പോൾ സച്ചു വന്നിരുന്നു തലേന്ന്, സർപ്രൈസ് ആയിട്ട് വന്നതാണ്. അപ്പോൾ അവനായിട്ട് മമ്മ ഇടിയപ്പം എല്ലാം ഉണ്ടാക്കി വെച്ചിരുന്നു. അപ്പോൾ നമ്മൾ ഫൈനലി അവിടെ എത്തിയ ശേഷം ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ചു. അതിന് ശേഷം പിന്നെ മമ്മ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ടും ഡ്രസ്സ് മാറ്റാൻ വേണ്ടിയിട്ടും ഡ്രസ്സിങ് റൂമിലേക്ക് പോയി. അവരെല്ലാവരും കഴിച്ചു. അവർ നേരത്തെ എത്തി, നമ്മൾ കുറച്ച് ലേറ്റായിട്ട് എത്തിയേ. അപ്പം അങ്ങനെ പ്രോഗ്രാം സ്റ്റാർട്ടാവാനായി. ഇതാണ് രജിസ്ട്രേഷൻ ഡെസ്ക് ആകുന്നത്. അവിടെ അപ്പം ലക്കി ഡ്രോ വിന്നിങ്ങാലുണ്ടല്ലോ, അതിൻ്റെ കൂപ്പണും പിന്നെ അതിൻ്റെ സംഭവങ്ങളെല്ലാം തരുന്നുണ്ട്. ഇനി ഇതാണ് നമ്മുടെ കണ്ണൂരിൻ്റെ ബാഡ്ജ്. എല്ലാ കമ്മിറ്റി മെമ്പേഴ്സും രതീഷ് അങ്കളും അവർക്കെല്ലാം യൂണിഫോം ഉണ്ട് കേട്ടോ. കമ്മിറ്റി മെമ്പേഴ്സ് എല്ലാവർക്കും യൂണിഫോം ഉണ്ട്, ബ്ലൂ കളർ ഒരു ടീഷർട്ട്. അപ്പോൾ ഇത് രജിസ്ട്രേഷൻ ഡെസ്ക്. ഇതാണ് നമ്മളെ സ്റ്റേജ്, അടിപൊളി സ്റ്റേജാണിത്, വലിയ സ്റ്റേജ്. അറൗണ്ട് 850 ആൻഡ് അബവ് ആൾക്കാർ വന്നിനി. അവിടെ അടിച്ചു പൊളിച്ചിട്ട് നല്ല സൂപ്പർ. എൻ്റെ വരെ നിങ്ങൾ പ്രോഗ്രാം കാണണം കേട്ടോ. നല്ല അടിപൊളി പ്രോഗ്രാം ആയിരുന്നു. നമ്മൾ മെയിൻ വിശിഷ്ട അതിഥി സിദ്ധാർത്ഥ് ശിവ് വന്നിട്ടില്ല. അവർക്കെന്തോ സിനിമയുടെ ഷൂട്ടിംഗ് എന്തോ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവർക്ക് വരാൻ പറ്റിയിട്ടില്ലേനു. പക്ഷേ ചേപ്പറമ്പ സാറ് വന്നിനേനു. അവരായിരുന്നു ഫെസിലിറ്റേഷനും പിന്നെ ഗിഫ്റ്റും എല്ലാം കൊടുക്കലെല്ലാം ഫുൾ ചെയ്തത്. പിന്നെ നമ്മളെ സ്റ്റേജാണിത്. എല്ലാ ഡെക്കറേഷനും നടന്നുകൊണ്ടിരിക്കുന്നതിനു. ആൾക്കാർ മെല്ലെ മെല്ലെ വരുന്നതിനു. എല്ലാവരും വന്നിട്ടില്ലേനു. ഇപ്പോൾ ഒരു മോർണിംഗ് ഒരു 10:30 ആകുമ്പോൾ 10:30ക്ക് ശേഷമാണ് പ്രോഗ്രാം സ്റ്റാർട്ടായത്. അപ്പോൾ ഇതാ നമ്മളെ ഗിഫ്റ്റ്, നമ്മളെ സ്മിതാൻ്റെയാണ് ഗിഫ്റ്റിൻ്റെ സൈഡിൽ ഇതുള്ളത്. അപ്പോൾ ബാഡ്മിൻ്റൺ ടൂർണമെൻറ്റ് ഉണ്ടായിട്ടില്ല, ഞാൻ അതിൻ്റെ ഓൾറെഡി വീഡിയോ ഇട്ടിട്ടുണ്ട്. കാണാത്തവർ എന്തായാലും പോയി കാണുക. ബാഡ്മിൻ്റൺ ടൂർണമെൻറ്റിന് പോയ സമയത്ത് ജയിച്ച വിന്നേഴ്സിനും റണ്ണർ-അപ്പിനും വേണ്ടിയിട്ടുള്ള ഗിഫ്റ്റാണത്, പ്രൈസാണത്. അത് കൂടാണ്ട് തന്നെ സ്പെഷ്യൽ പ്രൈസ് എന്ന് പറഞ്ഞിട്ടും കുറച്ച് ഗിഫ്റ്റ് ഉണ്ടായിരുന്നു. ഇതാണ് നമ്മൾ മെയിൻ ഗസ്റ്റിന് കൊടുക്കാൻ വെച്ച ഛത്രപതി ശിവാജി മഹാരാജിൻ്റെ വലിയൊരു ഫ്രെയിം. നല്ല അടിപൊളി, നല്ല ഭംഗിയുടെയാണ് കാണാൻ വേണ്ടിയിട്ട്. മമ്മ ഈ തിരുവാതിരക്ക് വിളക്ക് കൊണ്ടുപോകണമെന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഇതായിരുന്നു. ഇതാണ് കുറേ ആൾക്കാർ എല്ലാവരും. ഇത് നമ്മൾ വിജേഷ് അങ്കിളിന് ഒരു യൂട്യൂബ് ചാനലുണ്ട്, LOF എന്ന് പറഞ്ഞ്, ലവ് ഓഫ് ഫാമിലി എന്ന് പറഞ്ഞിട്ട്. വിജേഷ് അങ്കിളും ഞാനും കൂടിയാണ് നമ്മുടെ കണ്ണൂരിൻ്റെ വീഡിയോ എടുക്കലും അങ്ങനത്തെ കുറേ പരിപാടിയെല്ലാം ചെയ്യൽ. പിന്നെ അതിൻ്റെ കൂടാതെ ഗിഫ്റ്റിനെ പറ്റി, അവാർഡിനെ പറ്റി പറയുകയാണെങ്കിൽ അത് കൂടാണ്ട് പിന്നെ കുറേ അവാർഡ്, പിന്നെ മീഡിയ അവാർഡ്, പിന്നെ അങ്ങനത്തെ കുറേ അവാർഡെല്ലാം ഉണ്ടായിനി. അത് കൂടാണ്ട് തന്നെ ഇവർക്ക് കുറേ ഓൺലൈൻ കോമ്പറ്റീഷൻ ഉണ്ടായിനി. ഓൺലൈൻ കോമ്പറ്റീഷനിൽ കിട്ടിയ പാർട്ടിസിപ്പൻസിനും അവർക്ക് പ്രൈസ് ഡിസ്ട്രിബ്യൂഷൻ ചെയ്തിനേനു. അപ്പോൾ അതിൻ്റെ എല്ലാം പ്രൈസ് ഉണ്ട് അവിടെ. പിന്നെ അങ്ങനെ നമ്മളെ മെയിൻ ഗസ്റ്റ് വന്നു.
മെയിൻ ഗസ്റ്റ് വന്നതിന് ശേഷം പിന്നെ കുറേ ഡാൻസും പാട്ടും അങ്ങനത്തെ കുറേ കലാപരിപാടികളുണ്ടായിരുന്നു. കുഞ്ഞു പിള്ളേർതും വലിയ ആൾക്കാരതും എല്ലാം പിന്നെ കുറേ പിള്ളേരെ ഡാൻസിന് കോസ്റ്റ്യൂംസിൽ ഇട്ടിട്ട് വന്നിനി. അപ്പം നമ്മൾ മെയിൻ ഗസ്റ്റെല്ലാം വന്നിരുന്നു. ഒരു 10:30 10:45 ആകുമ്പോൾ നമ്മളെ പ്രോഗ്രാം സ്റ്റാർട്ടായി. അപ്പോൾ ഞാൻ പ്രോഗ്രാം ഒരു ചെറിയൊരു പാട്ട് ഇട്ടിട്ട് എല്ലാ പ്രോഗ്രാമും നിങ്ങൾക്ക് കാണിക്കാം കേട്ടോ. നിങ്ങൾ എല്ലാ പ്രോഗ്രാമും ഇരുന്ന് കാണണം. നല്ല എത്രയോ മാസത്തെ ഹാർഡ് വർക്കാണ് ഈ ഒരു പ്രോഗ്രാം എന്ന് പറയുന്നത്. നമ്മൾ ലീനാൻ്റെയും ജയനങ്ങളും കുറേ മാസമായി ഉറങ്ങിയിട്ട് ഈ ഒരു പ്രോഗ്രാമിൻ്റെ ബാക്കിൽ തന്നെ ആയിരുന്നു. അതുകൊണ്ട് ആ ഒരു ഹാർഡ് വർക്കിന് വേണ്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും ഈ വീഡിയോ കാണണം, പ്രമോട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് എന്തായാലും ചെയ്യണം. ഓക്കെ. പിന്നെ നമ്മൾ സംഗീത അങ്കിള് വിളക്ക് കത്തിക്കാൻ വേണ്ടിയിട്ട് വിളക്ക് കത്തിക്കാൻ ഇതാ നമ്മളെ മെയിൻ ആയിട്ടുള്ള അതിഥി മിസ്റ്റർ ചേപ്പറമ്പ സാർ. അവർ കുറേ ഫിലിമും അതെല്ലാം ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ കുറച്ച് ഓൾഡായ അമ്മമ്മമാരും അവരെല്ലാം കൊണ്ടിട്ട് നമ്മൾ വിളക്ക് കത്തിപ്പിച്ചു. അപ്പം നമുക്കൊരു കുഞ്ഞു വീഡിയോയിൽ ഒരു കുഞ്ഞു പാട്ട് വെച്ചിട്ട് എല്ലാ വിശേഷങ്ങളും കാണാം കേട്ടോ. ഓക്കെ. ചേർപ്പുള്ളവരെ നമ്മുടെ കണ്ണൂരിന്റെ പ്രസിഡന്റും ഇതിന്റെ ക്രിയേറ്റർ ആയ ശ്രീ ജയൻ ഇതറിയെ രണ്ട് വാക്ക് സംസാരിക്കുക. ഏറെ സന്തോഷമായിട്ടാണ് ഞാൻ ഈ വേദി അടുത്തതായി സംസാരിക്കാൻ നമ്മുടെ വിശിഷ്ട അതിഥി ശ്രീ സദാനന്ദൻ പറമ്പിലെ ഹൃദയപൂർവ്വം ക്ഷണിക്കുന്നു. അദ്ദേഹം അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ ഇരിക്കോ വിവിധ സിനിമ സീരിയലുകളിൽ അഭിനയിച്ചിട്ടുണ്ട്, ഇപ്പോഴും അഭിനയിച്ചുകൊണ്ടിരിക്കുന്നു. അദ്ദേഹത്തെ സ്നേഹപൂർവ്വം സദസ്സിനെ അഭിസംബോധന ചെയ്യാൻ ക്ഷണിക്കുന്നു. കൂട്ടായ്മ ഇന്നിവിടെ സംഘടിപ്പിച്ചിരിക്കുന്ന ആ ഒത്തുചേരൽ സ്ഥാനമടങ്ങിയിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരൻ ജയൻ ഇറ, സ്വാഗതവാക്യം നടത്തിയിട്ടുള്ള എന്റെ ആശ്രമത്തോട്ട് തരൂ, വേദിയിൽ ഇരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങളെ, വേദിയിലും സദസ്സിലുമായിരിക്കുന്ന എന്റെ ചാനലുകളെ കണ്ണൂരിൽ ഒരുപാട് സന്തോഷം തോന്നും. എന്താ പറയുക, ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിക്കാൻ സാധിക്കുക എന്നുള്ളത് വലിയൊരു സംഭവമാണ്. നേരത്തെ തരുക്കി പറഞ്ഞതുപോലെ ഇതിന് കയ്യും മെയ്യും മറന്ന് പ്രവർത്തിച്ച ഒരാളായിരിക്കും ജയേട്ടൻ പ്രവർത്തനത്തിന്. കാരണം ഇന്നലെ രാത്രി ഞാൻ ബാംഗ്ലൂരിൽ 11:40 എത്തിയെന്ന് യൂട്യൂബിലെത്തിയത്. പുലർച്ചെ 3:57 ഞാൻ കൂലി എത്തിയില്ലേ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഞാൻ ഇവരോട് തിരിച്ചു ചോദിക്കുന്നത് ഇങ്ങനെ പുറത്തുമില്ലേ, അത് ആത്മാർത്ഥതാണ്. കാരണം ആ ഒരു കൂട്ടായ്മ അതുപോലെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി യാതൊരു തന്നെ പ്രതിഫലിച്ചയും കൂടാതെ ഇങ്ങനെയൊരു കൂട്ടായ്മയെ
കൈപിടിച്ച് മുന്നോട്ട് കൊണ്ടുപോകുക. അത് മൂന്നാം വർഷത്തിൽ എത്തുമ്പോൾ ഇത്രയും വലിയൊരു സദസ്സിനെ സംഘടിപ്പിച്ച് ഇങ്ങനെയൊരു സിനിമയുടെ ഡയറക്ടർ ചന്ദ്രൻ എരിക്കോട് എന്ന് പറയുന്ന ആള് ഇന്ന് ഈ വേദിയിലുണ്ട്, സദസ്സിലുണ്ട്. ഞാൻ കണ്ടു. എന്താ കാര്യം അറിയോ? ചന്ദ്രേട്ടൻ ഇവിടെ വന്നിട്ട് മറാത്തി സിനിമ സംവിധാനം ചെയ്യുന്നു, പൂനെ പരിചയപ്പെടുത്തില്ല. അപ്പോൾ ഞാൻ പറയുന്നത് നമ്മുടെ കണ്ണൂരിൽ തന്നെ ഒരുപാട് ഡയറക്ടേഴ്സും ഒരുപാട് ആർട്ടിസ്റ്റും ഒക്കെ ഉള്ള നാടാണ് നമ്മുടെ കണ്ണൂര്. പക്ഷെ നമ്മുടെ കണ്ണൂരിനെ നമ്മുടെ കണ്ണൂരിൽ പോലുള്ള സംഘടനകളിലൂടെ വളർത്തിക്കൊണ്ടുവന്നാൽ മാത്രമേ നമുക്ക് പലതും നേടാൻ പറ്റുള്ളൂ. സത്യം പറഞ്ഞാൽ ഞാൻ പൂനെയിലെ 2ാമത്തെ പരിപാടിയാണ്. പൂനെയിൽ 2 വർഷം മുമ്പ് കൈരളി ചാരിറ്റബിൾ ഫൗണ്ടേഷൻ എന്ന് പറയുന്ന ഒരു സംഘടന പട്ടയും മുട്ടയും മട്ടയും കുട്ടുമണിക്ക് കടന്നു പട്ടാളം ചേർന്ന് കൊട്ടാനും വീട്ട് എത്താനും കെട്ടിയിട്ട പൊട്ടാതെ കൊട്ടാരത്തിട്ട് പട്ടാപ്പൻ പട്ടണത്തിൽ പട്ടിയെ കൊണ്ടുവന്ന പട്ടിക്കാർക്ക് പട്ടിക്കാരുടെ കിട്ടുന്ന ഇതിൽ 96 ഇനി മാനവരാശിയിൽ മട്ടുന്ന മദ്യവെച്ച് മതത്തെ മലയാളി മങ്ങിയായ മഠത്തിൽ മാധവന്റെ മാർഗത്തിൽ മടക്കോടും മധുരനോടും മാറിയ മാധവ മലയാളിയുടെ മനിതക്കൂലിൽ മംഗളോദാനം എന്നൊരു മാധവൻ മാനില്ലേ 76 മാസം. ഇനി നിങ്ങൾ ഈ വായുവിക വിൽപ്പന പണ്ട് നമ്മളെ കണ്ണൂരിൽ വരുമ്പോൾ നിങ്ങൾ പണ്ട് കാലത്ത് നമ്മുടെ അമ്മമാർക്കല്ല പണ്ട് ഈ വായുവിക വിൽപ്പനയ്ക്ക് ലോട്ടറി വെക്കും പോലെ വിളിച്ചു പറഞ്ഞ് ബുക്ക് വയ്ക്കാം. ഞാൻ വിളിച്ചു പറഞ്ഞ് ലോട്ടറി ബുക്ക് പോലെ ഒരു മനുഷ്യന്റെ 4443 ഞാടി ജലപ്പുഴ ഉപയോഗിക്കുന്ന തലയിലുണ്ടാകുന്ന തലവേന പല്ലുവേന ഉള്ളിവേന വിട്ടുമാറാത്ത ഇരിച്ചിരി കടത്തരി തൊഴിച്ചിരി എന്നിവ മാറ്റിക്കൊടുക്കുന്ന സിദ്ധ ഔഷധമാണ് സുഹൃത്തെ അഷ്ടവല്ല വായുവിയാണ്. ഇതില്ല ഞാനും എന്റെ നൃത്തം ഉണ്ടാക്കുന്നില്ല. ഉത്തർപ്രദേശിലെ കാലിബഗൻ എന്ന പ്രദേശത്ത് 5000ഓളം എക്സ്മെൽസിക്കാർ രാഗം പകരമില്ലാതെ യുക്കാലിബിസ് എന്ന മരം റബ്ബർ ടാപ്പി പോലെ ടാപ്പി ഉണ്ടാക്കുന്ന കർമ്മ ഉത്പാദിക്കുന്ന ഉൽപ്പന്നമാണ് സുഹൃത്തെ. ഇതിൽ ഇഞ്ചിസത്ത് കരിയപ്പിലസത്ത് കരിയാമ്പിലസത്ത് എന്നിങ്ങനെ എത്രയോളം സത്തുകൾ അടങ്ങിയിട്ടുണ്ട്. മുറ്റത്തുകൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി കളിക്കുന്ന നിങ്ങളുടെ പിഞ്ചോമലകൾക്ക് വിദേശശല്യം ഉണ്ടായിരുന്നില്ല. അതും പ്രത്യേകിച്ച് രാത്രിയുടെ യാമത്തിൽ ഈ അവസരം സ്വന്തം പിതാവിനെ വോട്ട് കിട്ടുന്നതോ റിസർവ് ബാങ്കിടുന്നതോ പറഞ്ഞ കാര്യം സുഹൃത്തെ 2 അഷ്ടവർഗ വായ്പകൾക്ക് കൊടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ കുഞ്ഞിന്റെ കാര്യം ക്ലോസ്. അപ്പൊ ഞാൻ കൂടുതൽ ഇനി സംസാരിക്കുന്നത് വീണ്ടും സംസാരിക്കാം. സമയം ഒരു വലിയ പ്രശ്നമാണ്. ആർക്കും വേണ്ടി ഗവൺമെന്റില്ല. ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിലോ സുപ്രീം കോടതിയിൽ പോയാൽ 24 മണിക്കൂർ 24 മണിക്കൂർ ആക്കില്ല എന്നുള്ള അനുഭവം ഉണ്ട്. പിന്നെ യുദ്ധത്തിനെ പറ്റി പ്രസംഗിക്കാൻ ഒരാൾ വന്നിട്ട് അയാൾ 3 മണിക്കൂർ യുദ്ധത്തെ പറ്റി പ്രസംഗിച്ച സദസ് 4 മണിക്കൂർ വന്ന് പറഞ്ഞു ഇതിലും വേറെ യുദ്ധമാണ്. നിങ്ങൾ എല്ലാവരും ഗവൺമെന്റോടെ നിങ്ങൾ എല്ലാവർക്കും നല്ലപോലെ അഡ്വാൻസ് ആയിട്ട് ആശംസകൾ നേർന്നുകൊണ്ട് കാണും. ഇതുപോലെ ഒരു വേദിയിൽ ഞാൻ പറഞ്ഞു 10 വർഷത്തിനുള്ളിൽ നിങ്ങളുടെ ഉള്ളിൽ ആ പരിപാടി ഞാൻ വ്യക്തതയിൽ കാണാൻ വരും എന്നൊരു ഉറപ്പ് നൽകിക്കൊണ്ട് ഞാൻ നടത്തുന്നു. നന്ദി, നമസ്കാരം. ഓക്കെ. പൂനെയുടെ നാനാഭാഗത്ത് ജീവിക്കുന്ന അണു കുടുംബങ്ങളെ എല്ലാ വർഷവും ഒന്നിച്ചിട്ട് ഒരു മഹാകുടുംബമാക്കി മാറ്റുന്ന ഈ നമ്മുടെ കണ്ണൂരിലെ ഈ പ്രവർത്തനത്തിലും ഇവർ നടത്തിക്കൊണ്ടുവരുന്ന എല്ലാ പ്രവർത്തനങ്ങൾക്കും എല്ലാവരും ആശംസ നേടുന്നുകൊണ്ട് നമസ്കാരം. അതിഥിയായി എത്തിയിരിക്കുന്ന പ്രധാനമന്ത്രി ചേപ്പാർക്കും അതുപോലെ തന്നെ എൻ്റെ സുഹൃത്തുക്കളെ, പ്രിയമുള്ള നാട്ടുകാരെ, ഒരു സുദീർഘമായ പ്രസംഗം നടത്താൻ ഞാൻ ഉദ്ദേശിക്കുന്നതേയില്ല. ഒരു പ്രസംഗത്തിന്റെ ആവശ്യപ്പെടേണ്ടത് എനിക്ക് തോന്നുന്നില്ല. ഒരു ചർവണത്തിന്റെ ഞാൻ സമയമാണ് നമുക്ക് ഏറ്റവും വലിയ കാര്യം. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ കണ്ണൂർ പരിപാടി പേരിലും നല്ല നിലയിൽ മുന്നോട്ട് പോകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ തൽക്കാലം നിർത്തുന്നു. നന്ദി, നമസ്കാരം. വോട്ട് ഓഫ് താങ്ക്സ് അതിന് ശ്രീ രഞ്ജിത്തിന് സ്നേഹപൂർവ്വം ക്ഷണിച്ചു. നമസ്കാരം. നമ്മുടെ കണ്ണൂരിലെ 3ാമത് കൂട്ടായ്മയിൽ പങ്കെടുക്കുവാൻ ഇവിടെ എത്തിയിട്ടുള്ള लड़ जावे ओ जिस देख दिल मेरा पीछे पीछे पड़ जावे दिन में ये तेरे घर कहीं और गुजर ये रातें करना जो तुझी दफा पहली बार कर जावे ആകെ കൊല്ലത്തിൽ ഒരിക്കൽ കിട്ടുന്ന ദിവസം എത്ര ആളുണ്ടല്ലേ? കുറേ ആളെ കാണാൻ കിട്ടുന്നുണ്ട്. വർത്തമാനം പറഞ്ഞിട്ടൊന്നും എനിക്ക് ചെയ്യുന്നില്ല. അന്നേരം എന്നെ വിളിക്കുന്നത് ഇവര് വലിയ മദ്രാസുകാർ കുറേ നേരം എടുത്തിട്ടാക്കുമ്പോ എനിക്ക് കുറച്ച് സമയം കിട്ടുന്നുണ്ട്. അപ്പൊ നമുക്ക് തുടങ്ങാം.
സുരേഷ്. మల్టీప్లెక్స్ లోని ఆడియన్స్ లాగా మౌనం కొన్నా గానీ అమ్ము లోన దండనగా జరిగిందే నమ్ము దిమ్మ తిరిగి నాదే మైండ్ సమ్మో ఖుదా తో బోల్ దే तेरे बादलों को मेरा यार हंस रहा है बारिश की जाए यार हंस रहा है बारिश की जाए
चमकीले गॉगल लगा के पैरों में पायल सजा के घड़ा कसूता लागे सर मन घड़ा कसूता लागे सर बुद्ध बुद्ध गाने चला के दिल से बोता है बुता के घड़ा कसूता लागे सर मन घड़ा कसूता लागे सर छे आता मेरी चाल में ताजी तेरी कसूरी मेरी गोदी में दाई टिप टिप बरसा पानी മുരളിക്കാരി മലയാളി എന്ന യൂട്യൂബ് ചാനൽ ജോലിയാണ് ഈ കുട്ടികളൊക്കെ നമ്മളെ അഭ്യർത്ഥിക്കുന്നതാണ് I just wanna eat it. Baby, let me see it. Oh, I really need it. Oh, baby, let me see it. I just wanna eat it. ഞാൻ ജയരാജൻ നമ്പ്യാര് നമ്മുടെ ജയരാജൻ നമ്പ്യാരുടെ ധർമ്മപത്നി നമ്മൾ പഴമ പറയട്ടെ നിങ്ങൾക്ക് ആണെങ്കിലല്ല പറയുന്നത് എല്ലാ പുരുഷന്റെയും എല്ലാ പുരുഷന്റെയും പിന്നിൽ ഒരു സ്ത്രീയാണ് ശക്തി എന്ന് പറയുന്ന പോലെ എല്ലാ സ്ത്രീകളുടെയും പിന്നിൽ ഒരു പുരുഷനാണ് ശക്തി.
അങ്ങനെ ഒരു ദിവസം ആകാശത്ത് ഇടിമുഴക്കം പോലൊരു ശബ്ദമുണ്ട്. അത് ദൈവമായിരുന്നു. ദൈവം അബ്രഹാമിനോട് സംസാരിച്ചു. അബ്രഹാമേ, നിന്റെ ഭാര്യയെ സാറയെ ഞാൻ അനുഗ്രഹിച്ചു, അവരിൽ നിന്ന് നിനക്ക് മകനെ തരും. दिल क्यों फिसला हर खबर दे तुम्हारी तुझको देखे ऐसे धड़के हर घड़ी है खुमारी मुश्किल भारी बड़ी ही मस्त बीमारी वाली गर्लफ्रेंड छोड़ जाते नखरा लगे है टोटल बखड़ा तो दिल ये बोले get you married like a सिद्ध पे अड़ा तेरे पीछे पड़ा नाले कर ले जरा നമ്മുടെ കണ്ണൂരിൻ്റെ പരിപാടി തീർന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് ഗിഫ്റ്റായിട്ട് ഒരു കുടയെല്ലാം കിട്ടിയേനു നമ്മുടെ കണ്ണൂർ എഴുതിയിട്ട്, പക്ഷേ അതിൻ്റെ വീഡിയോ എടുക്കാൻ ഞാൻ മറന്നുപോയി. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ, ടേക്ക് കെയർ, ലവ് യു ഓൾ.